അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ 7ാമത്തെ ദിവസമാണ് കർഷകനാവാൻ ശ്രമിക്കുന്നതിൻ്റെ. ഇതുവരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത് കാട് വെട്ടി കിളച്ചു, ചീരയുടെ വിത്ത് പാകി അത് മുളച്ചു, പയറിൻ്റെ വിത്ത് പാകി അത് മുളച്ചിട്ടില്ല, വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് പയർ വിത്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസം. പിന്നെ നമ്മൾ ഡെയിലി റൊട്ടീൻസ് നമ്മൾ ഇതുവരെ മുടക്കുന്നില്ല. വെള്ളം നനയ്ക്കൽ, കാട് വെട്ടൽ, കിളയ്ക്കൽ, ആ പരിപാടി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള പരിപാടി നമ്മുടെ ഡെയിലി ചെയ്യുന്ന ആ ഒരു പരിപാടിയും പിന്നെ നമ്മൾ വെണ്ട വിത്തും കൂടെ നടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അന്ന് അത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷ സമാധാനം സ്വസ്ഥമായിരിക്കും. അപ്പോൾ ബൈ. പിന്നെ നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്തത്, നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള സെറ്റപ്പ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് നമ്മളുടെ കൃഷിയിടത്തിലേക്കുള്ള വെള്ളം ഇപ്പം നമുക്കിവിടെ കിട്ടും. ഇതാണ് നമ്മുടെ കൃഷിയിടം. അത് ചീര, അതിൻ്റെ അപ്പുറത്ത് ചീര, ഇത് പയർ. പിന്നെ ഇവിടെ നമ്മളിന്ന് നനച്ചിട്ടില്ല, നനച്ചിട്ട് വെണ്ട വിത്തും കൂടെ പാകണം. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ വെണ്ട വിത്ത് നടാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ ചെറിയ കുഴി എടുക്കാം. ഇപ്പോൾ ഞാൻ നനച്ചിട്ട് വെക്കൊണ്ട് അപ്പോൾ ചെറിയ കുഴി എടുത്തിട്ട് നമുക്ക് വെണ്ട വിത്ത് നടാം. അപ്പോൾ നമ്മൾ വെണ്ട വിത്ത് പാകാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കുഴികളെടുത്ത് കഴിഞ്ഞു. ഇനിയപ്പോൾ നമുക്ക് വെണ്ട വിത്ത് പാകാം. ഇതാണ് നമ്മുടെ വെണ്ട വിത്ത്. വെണ്ട വിത്ത് കുറേ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്ര ഞാൻ എടുത്തുള്ളൂ. ഇതപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കുഴിച്ചിടാം. അങ്ങനെ നമ്മൾ ഇവിടെ മുഴുവനും നമ്മൾ വിത്തുകൾ പാകി കഴിഞ്ഞു. ഇനി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മണ്ണിട്ടിട്ട് വെള്ളം കൂടെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പരിപാടി കഴിയും.